ഉള്ളുലഞ്ഞ് പിടയുന്നുണ്ട്. കണ്ണടച്ചാൽ പ്രാണനോളം സ്നേഹിച്ചവരെയും ഒരായുസ്സിന്റെ മുഴുവൻ സമ്പാദ്യവും കൊണ്ടുപോയ ഉരുൾ പൊട്ടിയൊഴുകിയ ആ ഇരുട്ടാണ് മുന്നിൽ. കനത്ത മരവിപ്പ് തളം കെട്ടിക്കിടപ്പുണ്ട്. നെഞ്ചിനകത്തെ തണുപ്പ് ഇതുവരെ മാറിയിട്ടില്ല. ഒറ്റ രാത്രി കൊണ്ടാണ് ചൂരൽമലയിലെയും മുണ്ടക്കൈയിലെയും ജനങ്ങൾക്ക് എല്ലാം നഷ്ടമായത്. ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ടവന് ഉയിര് മാത്രം ബാക്കി. മകൻ ഒറ്റയ്ക്കാണ് പറഞ്ഞിട്ട് രാത്രി പോയതാണ് മകനെ കാണാൻ. അച്ഛനും മകനും ഒരുമിച്ച് പോയി. ക്യാമ്പുകളായ ക്യാമ്പുകൾ തോറും ഉറ്റവരെ തിരഞ്ഞു. ആശുപത്രി വരാന്തകളിലും മുറികളിലും കണ്ടില്ല. വെള്ളത്തുണിക്കെട്ടുകൾക്കിടയിൽ തിരഞ്ഞു തിരഞ്ഞ് തളർന്നു. മണ്ണെടുത്തെന്നും ഉരുളെടുത്തെന്നും ഉറപ്പിക്കാനാകുന്നില്ല. അങ്ങനെ 8 മണി പോണത് 12-1 മണിയാകുമ്പോൾ ഇതെല്ലാം സംഭവിച്ചു. ഇന്നലെ വരെ ഒരുമിച്ചുണ്ടായിരുന്നവർ, ഒരുമിച്ച് സ്വപ്നങ്ങൾ കണ്ടവർ, തോളോട് തോൾ ചേർന്നിരുന്നവർ, അവരാരും ബാക്കിയില്ല. മുണ്ടക്കൈ സ്വദേശി രാജ്കുമാറിന്റെ സഹോദരങ്ങളടക്കം 3 പേരാണ് ദുരന്തത്തിൽ മരിച്ചത്. പെറ്റമ്മയടക്കം 4 പേരെ കാണാനില്ല. ഇതുപോലെ ജീവൻ തിരിച്ചു കിട്ടിയതിന്റെ ആശ്വാസത്തിനിടയിലും നെഞ്ചു നീറിക്കഴിയുന്ന നിരവധി പേരുണ്ട് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ. ഇനി ജീവിതം എന്താകുമെന്നോ എവിടെയാകുമെന്നോ അറിയില്ല. പോയവരോളം ചേർത്ത് പിടിക്കാൻ ആരെങ്കിലും ഉണ്ടാകുമോ എന്നും നിശ്ചയമില്ല. എനിക്ക് ഒറ്റയാവാൻ പേടിയാണെന്ന് എത്ര മനസ്സുകൾ പുലമ്പിയിട്ടുണ്ടാകും. ഐഡന്റിഫൈ ചെയ്യാൻ ആരുമില്ല. നിങ്ങളൊന്ന് വരും, ഐഡന്റിഫൈ ചെയ്യുന്നു. നിറച്ചിങ്ങനെ കൂട്ടിയിട്ടേക്കുന്ന ബോഡിക്കകത്തുനിന്ന് ഞങ്ങളുടെ കുഞ്ഞിനെ തിരിച്ചറിയാന്ന് പറഞ്ഞു. മുണ്ടക്കൈയിൽ ഇനി ആ പ്രിയപ്പെട്ടവരില്ലെന്ന് മനസ്സിനെ എത്ര പറഞ്ഞ് പഠിപ്പിക്കണമെന്നറിയില്ല. പഴയ മനുഷ്യരില്ല, സ്കൂളുകളില്ല, സ്വപ്നം കണ്ടുറങ്ങിയ വീടുകളില്ല. ഒറ്റയായി പോയവന് ഇനിയും അതിജീവിക്കേണ്ടതുണ്ട്. അപ്പോഴും ഹൃദയം നിറയ്ക്കുന്ന ആ ശൂന്യത ബാക്കിയാകും. ഭൂമിയിലെ യാതൊന്നിനും നിറയ്ക്കാനാകാത്ത ശൂന്യത. ന്യൂസ് ഡെസ്ക് 24.